എല്ലാ കൂട്ടുകാർക്കും കഥാസാഗരത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് കശ്യപപുത്രനായ വിവസ്വാന്റെ കഥയാണ്. സർവലോക ചരാചരങ്ങൾക്കും ഊർജം പകരുന്ന സാക്ഷാൽ സൂര്യദേവൻ തന്നെയാണ് വിവസ്വാൻ. ചാക്ഷുഷ മന്വന്തരത്തിൽ തുഷിതന്മാർ എന്നു പേരായ 12 ദേവന്മാർ ഉണ്ടായിരുന്നു. ചാക്ഷുഷ മന്വന്തരം അവസാനിച്ച് വൈവസ്വത മന്വന്തരം ആരംഭിച്ചപ്പോൾ ഈ 12 ദേവന്മാരും കശ്യപ പ്രജാപതിയുടെ മക്കളായി ജനിച്ചു. അതിഥിയുടെ മക്കളായി ജനിച്ച അവർ 12 പേരും ആദിത്യന്മാർ എന്നാണ് അറിയപ്പെടുന്നത്. ഒരിക്കൽ അതിഥി തനിക്ക് സർവ ഐശ്വര്യങ്ങളും നിറഞ്ഞ ഒരു പുത്രൻ ജനിക്കണമെന്ന് ഭർത്താവായ കശ്യപനോട് അപേക്ഷിച്ചു. അവളുടെ ആഗ്രഹം നിറവേറുമെന്ന് കശ്യപൻ അതിഥിയെ അനുഗ്രഹിക്കുകയും ചെയ്തു. ഈ സമയത്ത് ചന്ദ്രൻ കശ്യപാശ്രമത്തിൽ ഭിക്ഷയാചിച്ച് ചെല്ലുകയുണ്ടായി. ഗർഭക്ലേശം നിമിത്തം അതിഥിക്ക് ഉടനെ എഴുന്നേറ്റ് ചെന്ന് ചന്ദ്രനെ ഉപചരിക്കാൻ കഴിഞ്ഞില്ല. അത് അനാദരവ് മൂലമാണെന്ന് തെറ്റിദ്ധരിച്ച ചന്ദ്രൻ ഗർഭസ്ഥ ശിശു മരിച്ചു പോകട്ടെ എന്ന് ശപിച്ചു. ശാപം കേട്ട് ദുഃഖിതയായ അതിഥി ഭർത്താവിൻ്റെ അടുക്കൽ ചെന്ന് നടന്ന വിവരങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. കുഞ്ഞ് മരിക്കുകയില്ലെന്ന് കശ്യപൻ അനുഗ്രഹിക്കുകയും ചെയ്തു. പിറ്റേ ദിവസം ബ്രഹ്മമുഹൂർത്തത്തിൽ ജനിച്ച ശിശുവിന് വിവസ്വാൻ എന്ന് നാമകരണം ചെയ്തു. ശാപത്താൽ മൃതമായ അണ്ഡത്തിൽ നിന്ന് ജനിച്ചവനാകയാൽ മാർത്താണ്ഡൻ എന്നും സൂര്യന് പേരുണ്ടായി. വിവസ്വാന്റെ ജനന സമയത്ത് ദേവന്മാരും ഗന്ധർവന്മാരും കാഴ്ചകൾ അർപ്പിക്കാനെത്തി. ബ്രഹ്മാവ് കശ്യപനോട് പറഞ്ഞു, മഹർഷേ, താങ്കളുടെ പുത്രൻ ജ്യോതിർഗോളങ്ങളുടെ നായകനാകും. ഭൂമണ്ഡലത്തിന് ചൂടും വെളിച്ചവും നൽകുന്നതോടൊപ്പം ജീവജാലങ്ങൾക്ക് വളരാനുള്ള ഊർജവും ഇവൻ പ്രദാനം ചെയ്യും. വിവസ്വാൻ ബ്രഹ്മാവിനെ വണങ്ങി. അവൻ്റെ വളർച്ച വളരെ പെട്ടെന്നായിരുന്നു. യൗവനത്തിലെത്തിയ സൂര്യൻ ജ്യോതിർഗോളങ്ങളുടെ നായകത്വം ഏറ്റെടുത്തു. രഥത്തിലേറി ലോകത്തിൻ്റെ ഇരുളിനെ അകറ്റി പ്രകാശം ചൊരിഞ്ഞ് സഞ്ചരിച്ചു തുടങ്ങി. വിശ്രമമില്ലാത്ത സഞ്ചാരം. വിശ്വകർമാവിൻ്റെ പുത്രിയായ സപ്ഞയെ വിവാഹം കഴിച്ച വിവസ്വാന് വൈവസ്വതമനു, യമൻ, യമി എന്നീ മക്കളുണ്ടായി. സൂര്യൻ്റെ ഉഗ്ര തേജസ് സഹിക്കാൻ കഴിയാഞ്ഞ സപ്ഞ തൻ്റെ പ്രതിരൂപമായ ഛായയെ തൻ്റെ സ്ഥാനമേൽപ്പിച്ച ശേഷം പിതാവായ വിശ്വകർമാവിൻ്റെ അടുത്തേക്ക് പോയി. എന്നാൽ വിശ്വകർമാവ് മകളുടെ പ്രവൃത്തിയെ തള്ളിപ്പറഞ്ഞതോടെ സപ്ഞ ഒരു പെൺകുതിരയുടെ രൂപത്തിൽ ഉത്തരഗുരു എന്ന രാജ്യത്ത് മേഞ്ഞു നടന്നു. വിവസ്വാന് ഛായയിൽ സാവർണി എന്നും ശനി എന്നും പേരായ 2 പുത്രന്മാരും തപതി എന്ന പുത്രിയുമുണ്ടായി. തൻ്റെ മൂത്ത മക്കളെ നിന്ദിക്കുന്ന ഭാര്യ സപ്ഞ അല്ലെന്ന് മനസ്സിലാക്കി കോപാകുലനായ വിവസ്വാനോട് ഛായ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുകയും തുടർന്ന് സൂര്യൻ സപ്ഞയെ അന്വേഷിച്ച് വിശ്വകർമാവിൻ്റെ അടുത്തെത്തുകയും ചെയ്തു. ശേഷം തൻ്റെ യന്ത്രങ്ങൾ ഉപയോഗിച്ച് സൂര്യൻ്റെ തേജസ് കുറച്ച വിശ്വകർമാവ് സൂര്യനെ അശ്വരൂപിയായ സപ്ഞയുടെ അടുത്തേക്ക് അയച്ചു. തുടർന്ന് അശ്വരൂപിയായി സപ്ഞയോടുകൂടി വസിച്ച വിവസ്വാന് അശ്വനി കുമാരന്മാർ എന്ന ഇരട്ടക്കുട്ടികളും രേവന്തൻ എന്ന അതിസുന്ദരനായ ഒരു കുമാരനുമുണ്ടായി. ശേഷം സൂര്യൻ സപ്ഞയോടും മക്കളോടും കൂടി തിരിച്ചെത്തി തൻ്റെ കർമ്മം പരിപാലിച്ച് യാത്ര തുടർന്നു പോരുന്നു. കശ്യപപുത്രനായ വിവസ്വാന്റെ കഥ ഇവിടെ തീരുകയാണ്. സൂര്യവംശ സ്ഥാപകനും സൂര്യപുത്രനുമായ വൈവസ്വത മനുവിൻ്റെ കഥ അടുത്ത ഭാഗത്തിൽ പറയാം.